കാർനോട്ട് എഞ്ചിന്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ അതിൻ്റെ വർക്ക് എങ്ങനെ കാണാം, അതിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പം കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് എഞ്ചിനീയറായ നിക്കോളാസ് കാർനോട്ട് ഡിസൈൻ ചെയ്തതാണ്. അത് ഒരു തിയററ്റിക്കൽ എഞ്ചിനാണ്. എന്ന് വെച്ചാൽ അത് നമുക്ക് പ്രാക്ടിക്കലായി ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിന്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്നും പറയും. കാരണം സാധാരണ ഒരു ഹീറ്റ് എഞ്ചിന് ഉണ്ടാകുന്ന എല്ലാ ഇംപെർഫെക്ഷൻസിൽ നിന്നും അത് ഫ്രീ ആയിരിക്കും. ഈ കാർനോട്ട് എഞ്ചിന് 4 പാർട്സാണുള്ളത്. പിന്നെ ഈ കാർനോട്ട് എഞ്ചിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാർനോട്ട് എഞ്ചിന് റിവേഴ്സിബിളും ആണ്, സൈക്ലിക്കും ആണ്. പിന്നെ ഇതിന് 4 പാർട്സാണുള്ളത്. ഒന്ന് ഇൻസുലേറ്റഡ് സിലിണ്ടർ, രണ്ടാമത്തത് സോഴ്സ്, മൂന്നാമത്തത് സിങ്ക്, നാലാമത്തത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഈ 4 പാർട്സാണ്. സാധാരണ ഒരു ഹീറ്റ് എഞ്ചിന് 3 പാർട്സേ ഉണ്ടാവുള്ളൂ. ഒന്ന് സോഴ്സ്, രണ്ടാമത്തത് സിങ്ക്, മൂന്നാമത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ്. പക്ഷേ കാർനോട്ട് എഞ്ചിൻ്റെ കേസ് വരുമ്പോൾ 4 പാർട്സാണ് ഉണ്ടാവുന്നത്. അപ്പം അതിൽ ഇൻസുലേറ്റഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ആ ഇൻസുലേറ്റഡ് സിലിണ്ടറിന് അതിൻ്റെ വാൾസ്, സൈഡ് വാൾസ് നോൺ കണ്ടക്റ്റിംഗ് ആയിക്കാരം. അപ്പോൾ അത് ഹീറ്റിനെ പാസ് ചെയ്യൂല. പക്ഷേ അതിൻ്റെ ബോട്ടം, അടിഭാഗം കണ്ടക്റ്റിങ്ങും ആയിരിക്കും. അപ്പം ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിൻ്റെ ഇടയിലാണ് വർക്കിംഗ് സബ്സ്റ്റൻസും പിസ്റ്റണും നിൽക്കുന്നത്. വർക്കിംഗ് സബ്സ്റ്റൻസായി നമ്മൾ കാർനോട്ട് എഞ്ചിനിൽ ഉപയോഗിക്കൽ പെർഫെക്റ്റ് ഐഡിയൽ ഗ്യാസ് ആണ്. പിന്നെ ഈ ഇൻസുലേറ്റഡ് സിലിണ്ടറിൻ്റെ ഇടയിൽ ഫിറ്റ് ചെയ്ത പിസ്റ്റണ് നോൺ കണ്ടക്റ്റിങ്ങും ആയിരിക്കും, പിന്നെ ഫ്രിക്ഷൻലെസ്സും ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് സോഴ്സ്. ഈ സോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഹോട്ട് ബോഡിയാണ്. ഈ ഹോട്ട് ബോഡിക്ക് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി, എന്ന് വെച്ചാൽ എത്ര ഹീറ്റ് അതിൽ നിന്ന് കൊടുത്താലും അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ നമ്മളിവിടെ T1 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സിങ്ക് എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സോഴ്സ് ഹീറ്റിനെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ സിങ്ക് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ്. അപ്പം ഈ സിങ്കിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T2. ഇതും സോഴ്സിനെ പോലെ തന്നെ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി, എന്ന് വെച്ചാൽ എത്ര ഹീറ്റ് വേണമെങ്കിലും അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് വയ്ക്കാറും. പിന്നെ ലാസ്റ്റ് പാർട്ടാണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഈ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതും ഒരു പെർഫെക്റ്റ്ലി ഇൻസുലേറ്ററാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും ഹീറ്റിനെ കണ്ടക്ട് ചെയ്യൂല. പിന്നെ ഒരു ഇൻസുലേറ്റഡ് സിലിണ്ടർ അതിൻ്റെ മുകളിൽ വരുമ്പോൾ അതിന് അഡിയാബാറ്റിക് ചേഞ്ചസ് ഉണ്ടാകും. ഇതാണ് കാർനോട്ട് എഞ്ചിൻ്റെ മെയിൻ 4 പാർട്ട്. ഇനി ഈ കാർനോട്ട് എഞ്ചിൻ ഒരു സൈക്ലിക് പ്രോസസ്സാന്ന് പറഞ്ഞില്ലേ, ഈ സൈക്ലിക് പ്രോസസ്സിൻ്റെ 4 സ്റ്റെപ്പായിട്ടാണ് നടക്കൽ. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷൻ, രണ്ടാമത്തേത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, മൂന്നാമത്തേത് ഐസോതെർമൽ കംപ്രഷൻ, നാലാമത്തേത് അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പോൾ ഈ ഐസോതെർമൽ എക്സ്പാൻഷനിൽ ഒരു വർക്ക് ഉണ്ടാവും, അതിന് W1 എന്നാണ് പറയൽ. പിന്നെ അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ ഒരു വർക്ക്, അത് W2. പിന്നെ ഐസോതെർമൽ കംപ്രഷനിൽ ഒരു വർക്ക്, അതിന് W3. പിന്നെ അഡിയാബാറ്റിക് കംപ്രഷനിൽ ഒരു വർക്ക്, അതിന് W4. ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ AB എന്ന പാർട്ട് എന്ന് വെച്ചാൽ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ പാർട്ട്. അവിടെ ആദ്യത്തെ പ്രഷർ, ഇനീഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ P1 ആണ്. ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ V1, ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1. അവിടെയുള്ള ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ കഴിയുമ്പോൾ ഉള്ള ഫൈനൽ പ്രഷർ എന്ന് പറഞ്ഞാൽ P2. P1-ൽ നിന്ന് P2 ആയി. പിന്നെ വോളിയം V2, V1-ൽ നിന്ന് V2 ആയി. പിന്നെ ടെമ്പറേച്ചർ T1 തന്നെ. അവിടെ T1 ആണ് ഇനീഷ്യലും ഫൈനലും T1. കാരണം അതൊരു ഐസോതെർമൽ എക്സ്പാൻഷനാണ്, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ചേഞ്ച് ആവില്ല. അപ്പം അവിടെയുള്ള W1 വർക്ക് എന്ന് പറഞ്ഞാൽ 2.303 RT log V2 ഡിവൈഡഡ് ബൈ V1. ഈ വർക്കിൻ്റെ ഡെറിവേഷൻ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ രണ്ടാമത് വരുന്ന സ്റ്റെപ്പാണ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അപ്പോൾ അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ പ്രഷർ P1, ഇനീഷ്യൽ പ്രഷർ P1, പിന്നെ P2, പിന്നെ ഇനീഷ്യൽ വോളിയം V2, ഇനീഷ്യൽ ടെമ്പറേച്ചർ T1, ഫൈനൽ പ്രഷർ P3, ഫൈനൽ വോളിയം V3, ഫൈനൽ ടെമ്പറേച്ചർ T2. ഇവിടെ ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ല നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ടെമ്പറേച്ചർ T1-ൽ നിന്ന് T2-ലേക്ക് മാറും. അപ്പം ഇവിടെ ഉള്ള വർക്ക് W2, BCയിലുള്ള വർക്ക് R ഡിവൈഡഡ് ബൈ γ-1 ഇൻറ്റു T1 മൈനസ് T2. അതാണ് അഡിയാബാറ്റിക് എക്സ്പാൻഷനിലുള്ള വർക്ക്.
അപ്പോൾ നമുക്കിപ്പോൾ W1 കിട്ടി, W2 കിട്ടി. ഇനി W3 കാണണം, W4 കാണണം. എന്നിട്ട് അതിനെ സമ്മാക്കിക്കൊണ്ടാണ് നമ്മൾ ഒരു കാർനോട്ട് സൈക്കിൾ എൻറ്റയർ പ്രോസസ്സിലുള്ള ടോട്ടൽ വർക്ക് കാണൽ. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് CD, പാർട്ട് CD എന്ന് വെച്ചാൽ W3 ഐസോതെർമൽ കംപ്രഷനിലുള്ള വർക്കാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അപ്പം ഇനീഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ P3 ആണ്, ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ V3 ആണ്, ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T2 ആണ്. പിന്നെ ഫൈനൽ പ്രഷർ എന്ന് പറഞ്ഞാൽ P4 ആണ്, ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ V4 ആണ്, ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T2 തന്നെയാണ്. കാരണം ഇവിടെ നടക്കുന്നത് ഐസോതെർമൽ കംപ്രഷനാണ്. അപ്പം ഐസോതെർമൽ ആയതുകൊണ്ട് തന്നെ ഇനീഷ്യലും ഫൈനലും ടെമ്പറേച്ചറിൽ ചേഞ്ച് വരില്ല. ഇനീഷ്യലും T2, ഫൈനലും T2. അപ്പോൾ W3ൻ്റെ വാല്യൂ നമുക്കറിയാം 2.303 RT log V4 ഡിവൈഡഡ് ബൈ V3. V4 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം, V3 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം. അപ്പോൾ W3 കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് അഡിയാബാറ്റിക് കംപ്രഷനാണ്. അഡിയാബാറ്റിക് കംപ്രഷനിൽ ഇനീഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ P4, ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ V4, ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T2. പിന്നെ ഫൈനൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്ലിക് അല്ലേ, അപ്പം ഇതിങ്ങനെ ഇനീഷ്യൽ സ്റ്റേറ്റിക്ക് തന്നെയാണ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ P1, പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1. ഇവിടെ ടെമ്പറേച്ചർ ഐസോതെർമൽ കംപ്രഷൻ അല്ല നടക്കുന്നത്, അതുകൊണ്ട് ടെമ്പറേച്ചർ T2ൽ നിന്ന് T1 ആയി ചേഞ്ച് ആവും. അപ്പം ഇവിടെയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ R ഡിവൈഡഡ് ബൈ γ-1 T2 മൈനസ് T1. ഇവിടെ ഈ W നേരെ R ഡിവൈഡഡ് ബൈ γ-1 T1 മൈനസ് T2ൻ്റെ നെഗറ്റീവിന് ഈക്വലാണ്. എന്ന് വെച്ചാൽ W2 എന്ന് പറയുന്നത് വെച്ചാൽ അഡിയാബാറ്റിക് എക്സ്പാൻഷനിലുള്ള വർക്കും അഡിയാബാറ്റിക് കംപ്രഷനിലുള്ള വർക്കും സെയിം ആണ്, പക്ഷേ ഓപ്പോസിറ്റ് സൈനാണുള്ളത്. അതുകൊണ്ട് തന്നെ W2 ഈസ് ഈക്വൽ ടു മൈനസ് W4. ഇനി നമുക്ക് കാണാനുള്ളത് ടോട്ടൽ വർക്കാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് അറ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്ലസ് വർക്ക് അറ്റ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ പ്ലസ് വർക്ക് അറ്റ് ഐസോതെർമൽ കംപ്രഷൻ പ്ലസ് വർക്ക് അറ്റ് അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പം ഈ ടോട്ടൽ വർക്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് വർക്കിൻ്റെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. അതായത് ഈ W2ൻ്റെ വാല്യൂം W4ൻ്റെ വാല്യൂം ഈക്വലുമാണ്, ഓപ്പോസിറ്റ് സൈനുമാണ്. അപ്പം W2 ക്യാൻസലും W2ഉം W4ഉം ക്യാൻസലാവും. അപ്പോൾ ലാസ്റ്റ് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു W1 പ്ലസ് W3. അതായത് W1 is equal to 2.303 RT log V2 divided by V1. W2 2.303 RT log V3 divided by V4 divided by V3. അപ്പം ഈ രണ്ട് Wൻ്റെ സമ്മാണ് നമ്മളെ ടോട്ടൽ വർക്കായി കാണൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് പറഞ്ഞത് കാർനോട്ട്സ് എന്താണ് കാർനോട്ട്സ് എഞ്ചിന്, അതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ഈ കാർനോട്ട്സ് എഞ്ചിൻ്റെ മെയിനായിട്ടുള്ള പാർട്സ്, അതിൽ പിന്നെ കാർനോട്ട്സ് എഞ്ചിൻ്റെ വർക്ക് കണ്ടെത്താനുള്ള ഡെറിവേഷന്, പിന്നെ ഈ വർക്ക് നടക്കും ഈ കാർനോട്ട് സൈക്കിളിലുള്ള 4 പ്രോസസ്സുകൾ, അഥവാ ഐസോതെർമൽ എക്സ്പാൻഷന്, അഡിയാബാറ്റിക് എക്സ്പാൻഷന്, ഐസോതെർമൽ കംപ്രഷന്, അഡിയാബാറ്റിക് കംപ്രഷന്.